ഗുഡ് മോർണിംഗ്. അഹല്യ ഗ്രൂപ്പിൻ്റെ ഇന്ത്യയിലുള്ള ക്യാമ്പസാണ് പാലക്കാടുള്ള അഹല്യ ലിറ്റററി ഫോറം നടത്തുന്നത്. അഹല്യ ലിറ്റററി ഫോറം ഈ 10-11 തീയതികളിൽ ഞങ്ങളുടെ മൂന്നാമത്തെ ലിറ്റററി ഫെസ്റ്റിവൽ നടത്തുകയാണ്. ഈ 10-11 തീയതി ഞങ്ങൾ ആകെ 18 സെഷൻസായിട്ടാണ് ചെയ്യുന്നത്. 18 സെഷൻസിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ കൾച്ചറൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടവരുമുണ്ട്, നാടകമായിട്ട് ബന്ധപ്പെട്ടവരുമുണ്ട്, സംഗീതമായിട്ട് ബന്ധപ്പെട്ടവരുമുണ്ട്. അതിൻ്റെ ഒരു റേഞ്ച് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം മൂന്നാമത്തെ ലിറ്റററി ഫെസ്റ്റാണ്. അഹല്യയെ സംബന്ധിച്ചോളം അഹല്യ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ അതുകൂടെ അതിൻ്റെ കൂടെ തന്നെയാണ് ഹെറിറ്റേജ് ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യുന്നതാണ് അഹല്യ. ആ ഹെറിറ്റേജ് ആക്ടിവിറ്റീസിന് തൊട്ട് നെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് ലിറ്റററി ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇതിൽ VP ജോയ് സാറാണ് ഫസ്റ്റ് വരുന്നത്, മുൻ സെക്രട്ടറി. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ അഹല്യ ഗ്രൂപ്പിൻ്റെ കീഴിൽ 29 ആശുപത്രികളും 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് കേരളത്തിലൊട്ടാകെ. അതിൽ വാളയാറിൽ സ്ഥിതി ചെയ്യുന്ന അഹല്യ ക്യാമ്പസിൽ വെച്ചിട്ടാണ് അഹല്യ ലിറ്റററി ഫോറത്തിൻ്റെ കീഴിലുള്ള അഹല്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 3.0 അല്ലെങ്കിൽ മൂന്നാമത്തെ പതിപ്പ് എന്ന് പറയാവുന്ന പോലെ ഉള്ള ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നു. ഈ അടുത്ത ആഴ്ച, അതായത് 10-11 തീയതികളിൽ വെച്ചിട്ടാണ്, ഓഗസ്റ്റിൽ ഞങ്ങൾ അഹല്യ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിൽ വർമ്മ സാർ സൂചിപ്പിച്ച പോലെ 2 ദിവസങ്ങളായിട്ട് ആണ് പല പല സെഷനുകളും പാനൽ ഡിസ്കഷൻസും കലാപരിപാടികളും ഒക്കെ ചേർന്ന് ഒരു എല്ലാം കൂടി ചേർന്ന ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ അഹല്യ ഗ്രൂപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം 10 സെഷനുകളും 2-ാം ദിവസം 8 സെഷനുകളാണ് നടക്കുന്നത്. അതിൽ ഉദ്ഘാടനം അതിനോടനുബന്ധിച്ച് ഇന്നലെ അഹല്യ ക്യാമ്പസിൽ വെച്ചിട്ട് അതിൻ്റെ കൊടിയേറ്റം നടക്കുകയുണ്ടായി. ചിറ്റൂർ MLA ശ്രീ സുമേഷ് അച്യുതൻ ആണ് അദ്ദേഹം കൊടിയേറ്റം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ അവസാനം നമ്മൾ ഒരുപാട് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രശസ്തരായ ഒരുപാട് സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഒക്കെ എൻ്റെ ഒരു വേദിയാവാനുള്ള ഒരു ആവുകയാണ് അഹല്യ ക്യാമ്പസ് ഈ 10-11 തീയതികളിൽ. അതിനോടനുബന്ധിച്ച് പിന്നെ വിവിധ കലാവതരണങ്ങളും ഈ 2 ദിവസത്തിലായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഒരുപാട് കോളേജസും വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് കോളേജസിലെ വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതായി സംസാരിക്കാൻ പ്രിൻസിപ്പൽ അഹല്യ പബ്ലിക് സ്കൂൾ സ്മിത മാഡത്തിന്. ഇത് ഗാനം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. ഗാനം 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 കോതോട്ട്. ഗാനം ഗാനം GANAMKOTHOT കോതോട്ട് സ്പേസ് കോതോട്ട് തറവാട്ട്. സ്മിത മാഡം നമ്മുടെ AP അഹല്യ പബ്ലിക് സ്കൂളുണ്ട്, +2 സ്കൂൾ, CBSE സ്കൂളാണ്. അതിന്റെ പ്രിൻസിപ്പലാണ് സ്മിത മാഡം. സ്മിത P. കൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ തന്നിട്ടുണ്ട്. നമ്മൾ പ്രോഗ്രാം 2 ദിവസമായിട്ട് നടക്കുന്ന, കാലത്ത് 9 മണി മുതൽക്ക് രാത്രി 11 മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഈ സെഷൻസിൻ്റെ പുറമെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് തെയ്യം, അതുപോലെ ബാൻഡ് ട്രൂപ്സിൻ്റെ പരിപാടികളുണ്ട്, തോൽപ്പാവക്കൂത്ത്, മാംഗോസ്റ്റീൻ ക്ലബിൻ്റെ ഫ്യൂഷൻ സംഗീതം. ഇതിനോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റും അങ്ങനത്തെ കാരിക്കേച്ചർ പ്രോഗ്രാംസ് അങ്ങനത്തെ എല്ലാം ആ ഒരു വേദിയിൽ നടക്കുന്നുണ്ട്. 2 വേദികളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഓൾമോസ്റ്റ് 600 പാർട്ടിസിപ്പൻസ് ആണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. അഹല്യ പാലക്കാട്. ശില്പോദ്യാനം എന്ന് പറയുന്നത് പാലക്കാട് ഒരു ഒറ്റ ക്യാമ്പസിലാണ് ഇതെല്ലാം.
5 ഹോസ്പിറ്റൽസും 14ഓളം കോഴ്സുകളും സ്കൂളും എല്ലാം ഒരൊറ്റ ക്യാമ്പസ്. വാളയാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. അവിടെ ആ ക്യാമ്പസ് വെച്ച് പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടില്ല. പാലക്കാട് നടത്തി. എന്തായാലും നാളെ തോന്നുന്നു. നാളെ. ഈ ശില്പോദ്യാനം എന്ന് പറയുന്നത് ഹെറിറ്റേജ് വില്ലേജിൻ്റെ കൂടെയുള്ള ഒരു 20ഓളം ഏക്കർ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ 222 കരിങ്കൽ ശില്പങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പാർക്കാണത്. ഒരു മാക്സിമം 1 hour, 45 minutes to 1 hour. അത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 18. രണ്ട് വെന്യൂസ് ഉണ്ട്. 2 വെന്യൂ ആണ്. അതായത് ശില്പോദ്യാനം എന്ന് പറയുന്നത് ഒരു പ്ലാസയുണ്ട്. മെയിൻ എൻട്രി ഒരു ഓഡിറ്റോറിയമാണ്. മറ്റേത് ഇപ്പം സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു സെക്ഷൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സെലക്ട് ചെയ്യാം ഈവനിങ്ങിലുള്ള ഈവനിങ്ങിലാണ് ശില്പോദ്യാനത്തിൽ വെച്ച്. ബിക്കോസ് അവിടെ ഓപ്പൺ എയർ ഫേസിങ് വെസ്റ്റേൺ ഘാട്ട്സ് ആണ്. അവിടെ നമ്മൾ 222 ശില്പങ്ങളുള്ള ഒരു സ്ഥലമാണ്. ചില പുറകെ ഇപ്പം തെയ്യം അവിടെ അവിടെ മുകളിൽ വെച്ചാണ്, സ്കൾപ്ചർ പാർക്കിൻ്റെ മുകളിൽ വെച്ചാണ്. അതുപോലെ തോൽപ്പാവക്കൂത്തും അവിടെ തന്നെയാണ് ചെയ്യുന്നത്. 3rd edition. ഉണ്ട്, എല്ലാം ഡോക്യുമെന്റ്. എൻ്റെ പേര് ഡോക്ടർ RVK വർമ്മ. ഞാൻ അതിൻ്റെ ഡയറക്ടറാണ്. വർമ്മ. ഞങ്ങൾക്കൊരു പബ്ലിക്കേഷൻ വിങ് ഉണ്ട്. പബ്ലിക്കേഷൻ വിങ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതല്ല. ഞങ്ങൾ 2-3 ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ടൊരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ MK ദാസ് സാറിൻ്റെ ബുക്കാണ്, സാഗ ഓഫ് കൽപ്പാത്തി. പബ്ലിക്കേഷൻ വിങ്ങിൻ്റെ ഹെഡും ഗാനം സാറാണ്. ഐ ഹോസ്പിറ്റൽ, ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് നോളജിൽ ഹെൽത്ത് ഒരു സെക്ഷൻ, ഹെറിറ്റേജ് മറ്റൊരു സ്ട്രോങ് സെക്ഷൻ. പിന്നെ നോളജ് എന്നുള്ളത് കോളേജസ്. ആ കോളേജസിൻ്റെ 15 കോഴ്സസും ഉണ്ട്. ആയുർവേദ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, MBA കോളേജ്, ഫാർമസി കോളേജ്, MLT കോളേജ്, നഴ്സിംഗ് കോളേജ്, ഇങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്. 15 കോഴ്സസോളം അവിടെ ഉണ്ട്. എക്സെപ്റ്റ് MBBS സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാം ഉണ്ട് അവിടെ. പിന്നെ സ്കൂൾ, CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് മാഡം. ബുക്ക് റിലീസ് 5 ബുക്കുകൾ ഇതിനൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ റിലീസ് ചെയ്യുന്നതല്ല, 5 ഓഥേഴ്സ് റിലീസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് 5 ബുക്കുകൾ. ഇത്രയൊക്കെയാണ് ഇൻ ഷോർട്ട്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? വേറെ ഓക്കെ. 11 മണി വരെ അത് 11 മണി എന്ന് പറയുമ്പോൾ 9:05-5:50 ഇവിടെ മെയിൻ സ്റ്റേജിൽ അത് തീരും. എന്നിട്ട് സെക്കൻഡ് സ്റ്റേജിൽ അവിടെ ഒരു ചില എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസോടുകൂടി ഒരു സെഷനാണ്. ഒന്നിൽ രമേശ് പിഷാരടി, പിന്നെ നിഷാദ് ഗമ്മിൽ ചെയ്യുന്ന അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ തെയ്യമാണ് അവിടെ. അങ്ങനെ ഒരു കമ്പൈൻഡ് പ്രോഗ്രാംസാണ്. രണ്ടും കൂടെ സാറ് പറഞ്ഞാൽ അങ്ങനെ മിസ് ചെയ്യില്ല. ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യാൻ പറ്റും. താഴെ തോൽപ്പാവക്കൂത്തും മാംഗോസ്റ്റും ഒരു ബ്രാൻഡ് അത് നടക്കുന്ന സമയത്ത് മാത്രം മുകളിൽ ഹാഷ്മിയുടെ പ്രോഗ്രാം, ഹാഷ്മിയുണ്ട്, മാധുസജിയൊക്കെ വരുന്നുണ്ട്. അവരൊരു സെഷനുണ്ട്. അതിൽ അങ്ങനെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പബ്ലിക് ഫ്രീ എൻട്രി ആണ്, ഫ്രീ രജിസ്ട്രേഷൻ ആണ്. പക്ഷെ ഫ്രീ രജിസ്ട്രേഷൻ ഈ QR കോഡ് വെച്ച് രജിസ്റ്റർ ചെയ്യാം. QR കോഡ് വെച്ച് രജിസ്റ്റർ ചെയ്താൽ സപ്പോസ് QR കോഡ് വെച്ച് നമുക്ക് നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ നമ്പർ കിട്ടും, മെയിൽ ID കിട്ടും. അപ്പം അവിടെ തന്നെ വിത്തിൻ നോ ടൈം യു വിൽ ബി കോൾഡ് ബാക്ക്. മെയിൽ ID മെസ്സേജും വരും. ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കും. എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ ട്രാവൽ എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കും. ചെയ്ത് കുറച്ച് ദൂരം ഉണ്ടല്ലോ ടൗണിൽ നിന്ന്, വാളയാറ്. അപ്പോൾ അതുകൊണ്ട് ടൗണിൽ നിന്ന് വാളയാറ് ഈ ക്യാമ്പസിലേക്ക് വരാൻ ബസ്സൊക്കെ ഉണ്ട്.
അപ്പം ആ ബസ് ഏതൊരു ബസ്സിലാണ് വരാൻ സൗകര്യം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മൾ ഇത് രജിസ്റ്റർ QR കോഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പിടിച്ച് ഡീറ്റെയിൽസ് എല്ലാം ട്രാവലിൻ്റെ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പം നമുക്ക് ഇപ്പം 500+ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഈ ക്യാമ്പസിലുള്ള ക്യാമ്പസിൽ നമുക്ക് 3300 കുട്ടികളുണ്ട് ക്യാമ്പസിൽ താമസം. അത് കൂട്ടാന്നാ പറഞ്ഞത്. ഇപ്പം വെളിയിൽ നിന്നുള്ള ഒരു അത്രയും ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സാറ് പറഞ്ഞ ഒരു വാഹന സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ബസ്സിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു നിശ്ചിത സമയം നമ്മൾ ആ QR കോഡിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആയിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിറ്റൂര്, കോങ്ങാട് അവിടെ നിന്നൊക്കെയുള്ള ബസ് ഫ്രീ ബസ്സും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. അക്കോമഡേഷൻ നമുക്ക് നേരത്തെ പറയുന്നവർക്ക് അക്കോമഡേഷൻ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അത് ഹെറിറ്റേജിനോട് വിളിച്ചെന്നുണ്ട് ഡബിൾ ബെഡ്റൂം AC റൂംസ്. ഫുഡിൻ്റെ നമ്മളത്തെ നോമിനൽ ചാർജ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വളരെ മിനിമത്തിലുള്ള ഒരു താമസ സൗകര്യത്തിനും പാരന്റ്സ് ബ്ലോക്ക് എന്നുള്ളൊരു പുതിയൊരു ഹോട്ടൽ സമുച്ചയത്തിന്റെ ഉള്ളിലുണ്ട്. ലക്ഷറി റൂംസ് അതിനായിട്ടില്ല. അപ്പൊ ഇവർക്ക് താമസിക്കാം. രജിസ്റ്റർ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് 2-3 കുടുംബങ്ങളായിട്ട് വരാന്ന് തലേദിവസം അവിടെ നിൽക്കാം. 2 ദിവസം ക്യാമ്പസ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഹെറിറ്റേജ് വില്ലേജും ബാക്കിയുള്ള ഒരുപാട് ലിറ്ററി അല്ലെങ്കിൽ സാംസ്കാരിക ഒരു പ്രതിബദ്ധതയോട് നമ്മൾ ഉണ്ടാക്കിയ ഓരോ അവിടുത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം എന്നുള്ള അവസ്ഥ വെച്ച്